ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2026 ജൂലൈ മാസം 4-ാം തീയതി, അന്ന് ശനിയാഴ്ചയും പഞ്ചമിയും കൂടിയാണ്. പഞ്ചമി തിഥി ആരംഭിക്കുന്നത് 2026 ജൂലൈ മാസം 4-ാം തീയതി ഉച്ച കഴിഞ്ഞിട്ട് 12:40 മുതൽ ജൂലൈ 5-ാം തീയതി ഉച്ച കഴിഞ്ഞ് 1:31 വരെയാണ്. ഇവിടെ രാത്രി കാലങ്ങളിൽ പഞ്ചമിയുള്ള ദിവസം അത് ജൂലൈ 4 അതുകൊണ്ട് തന്നെ രാത്രി ദേവതയായ വാരാഹിയെ പ്രാർത്ഥിക്കുവാൻ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം 2026 ജൂലൈ 4-ാം തീയതിയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ശനിയാഴ്ചയും പഞ്ചമിയും കൂടി ചേർന്ന് വന്നിരിക്കുന്ന ദിവസം വാരാഹിയെ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശനിയാഴ്ച ദിവസം വാരാഹി ദേവിയെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രേഷ്ഠമായ ഐശ്വര്യപൂർണമായ ദിവസമാണ്. വാരാഹിയെ പ്രാർത്ഥിക്കാൻ ഏറ്റവും ഉത്തമമായ ദിവസം അത് ശനിയാഴ്ച ദിവസമാണ്. ചൊവ്വയും വെള്ളിയും ശനിയും, അതിൽ തന്നെ ഈ ശനിയാഴ്ചയും പഞ്ചമിയും കൂടി ചേർന്ന് വന്നു കഴിഞ്ഞാൽ വളരെ വിശേഷമാണ് എന്നാണ് വിശ്വാസം. ആരോഗ്യപരമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് അവരുടെ പ്രശ്നങ്ങൾ തരണം ചെയ്ത് അവർക്ക് മുമ്പോട്ട് പോകുന്നതിന് ഈ ശനിയാഴ്ചയും അതുപോലെ തന്നെ പഞ്ചമിയും കൂടി ചേർന്ന് വന്നിരിക്കുന്ന ദിവസം വാരാഹിയെ പ്രാർത്ഥിക്കുന്നത് ഐശ്വര്യമാണ് എന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ വെല്ലുവിളികൾ നേരിടുന്നവർ, അതായത് പലതരത്തിലുള്ള വെല്ലുവിളികൾ ഓരോ മനുഷ്യരും നേരിടാറുണ്ട്. ചിലർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിരിക്കാം, ചിലർക്ക് തൊഴിൽപരമായ ബുദ്ധിമുട്ടുകളായിരിക്കാം, ചിലർക്ക് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളായിരിക്കാം, ചിലർക്ക് ഈ കുടുംബ പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടുള്ള വെല്ലുവിളികളായിരിക്കാം. എന്തു തന്നെയായാലും തടസ്സങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ അവരുടെ ആ പ്രയാസങ്ങൾ മാറ്റുന്നതിനായിട്ട് ഈ ശനിയാഴ്ചയും പഞ്ചമിയും കൂടി ചേർന്ന് വരുന്ന ദിവസം സന്ധ്യാസമയത്ത്, അതായത് ഒരു സന്ധ്യ കഴിഞ്ഞിട്ട് ഒരു 8 മണി മുതൽ ഒരു 1 മണി വരെയുള്ള സമയം, രാത്രി കാലത്തെ സമയത്ത് ഭഗവതിയെ പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ വിശേഷമാണ് എന്നാണ് വിശ്വാസം. ആരാണ് വാരാഹി? വരാഹ രൂപത്തിലുള്ള ഭഗവാൻ മഹാവിഷ്ണുവിന്റെ സ്ത്രീ രൂപമാണ് വാരാഹി എന്ന് പറയുന്നത്. സപ്തമാതാക്കളിൽ 5-ാമത്തെ ദേവതയാണ് വാരാഹി. ദേവി ഭാഗവതത്തിൽ വളരെ വിശേഷപ്പെട്ട രീതിയിൽ വാരാഹിയെ പറ്റി പറയുന്നുണ്ട്. മാർക്കണ്ഡേയ പുരാണത്തിൽ പറയുന്നുണ്ട്. രക്തബീജവധം, ആ സമയത്ത് വാരാഹിയുടെ സാന്നിധ്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ശുംഭനിശുംഭന്മാരെ വധിച്ച സമയം ഭഗവതി അംബിക ശുംഭനെയും നിശുംഭനെയും വധിച്ച സമയത്ത് അംബികയെ സഹായിക്കാനായി വാരാഹി ഉണ്ടായിരുന്നു എന്നൊക്കെ തന്നെ ദേവി മഹാത്മ്യത്തിൽ പറയുന്നുണ്ട്. മാർക്കണ്ഡേയ പുരാണത്തിലും വാരാഹിയെ പറ്റി വളരെ വിശേഷപ്പെട്ട രീതിയിൽ പറയുന്നുണ്ട്. ശത്രുദോഷം മാറുന്നതിന്, സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുന്നതിന്, തടസ്സങ്ങൾ മാറുന്നതിന്, നമ്മുടെ സങ്കടങ്ങൾ മാറ്റിത്തരുന്നതിനൊക്കെ തന്നെ ഭഗവതിയെ പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ഐശ്വര്യമാണ്, ശ്രേഷ്ഠമാണ് എന്നാണ് വിശ്വാസം. ഭഗവാൻ മഹാവിഷ്ണു വരാഹ രൂപത്തിൽ അവതരിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഭൂമിദേവിക്ക് ആപത്ത് സംഭവിച്ചപ്പോൾ ദേവിയെ ആ ആപത്തിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ വരാഹ രൂപത്തിൽ അവതരിച്ചത്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണോ ഭഗവാൻ മഹാവിഷ്ണു വരാഹ രൂപത്തിൽ അവതരിച്ച് ഭൂമിദേവിയെ സംരക്ഷിച്ചത്, രക്ഷിച്ചത്, അതുപോലെ ഭഗവാന്റെ സ്ത്രീ രൂപമായ വരാഹി നമ്മളെയും സംരക്ഷിക്കും എന്നാണ് വിശ്വാസം. രാത്രിയുടെ ദേവതയാണ് വരാഹി. ക്ഷിപ്രപ്രസാദിനിയാണ്. ഭക്തരോട് വലിയ സ്നേഹമാണ്. അതിനൊരു കഥ തന്നെ പറയുന്നുണ്ട്. അതായത് പണ്ട് ഒരു ദരിദ്രൻ, വളരെ ദാരിദ്ര്യ ദുഃഖം അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു ദരിദ്രനായിരുന്നു, പാവമായിരുന്നു. അദ്ദേഹം എന്നും ഭഗവതിയോട് ഇങ്ങനെ പ്രാർത്ഥിക്കും. ഭഗവതി, എൻ്റെ ഈ പ്രയാസങ്ങൾ മാറ്റിത്തരയണമേ എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കും. വലിയ വഴിപാടുകളൊന്നും ചെയ്യാനായിട്ട് ആ ദരിദ്രനായ ആ മനുഷ്യന് കഴിവില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടില് ധാരാളം മധുര കിഴങ്ങുകൾ, അതിന്റെ ചെടി ഉണ്ടായിരുന്നു, കിഴങ്ങുകളും ഉണ്ടായിരുന്നു. അദ്ദേഹം എല്ലാ ദിവസവും സന്ധ്യാസമയത്ത് ഈ മധുരക്കിഴങ്ങ് പറിച്ചുകൊണ്ട് വന്ന് അത് വേവിച്ച് ദേവിക്ക് നൈവേദ്യമായിട്ട് സമർപ്പിക്കും. നിഷ്കളങ്കമായ ഭക്തിയോടു കൂടിയാണ് അദ്ദേഹം അത് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചു കാലത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഈ പ്രാർത്ഥന അങ്ങനെ കുറച്ചു കാലം മുമ്പോട്ട് പോയപ്പോൾ പെട്ടെന്ന് തന്നെ ഭഗവതി അദ്ദേഹത്തെ പ്രസന്നനാവുകയും അദ്ദേഹത്തിന് ധാരാളം സമ്പത്ത്
കൊടുക്കുകയും ചെയ്തു എന്ന് കഥ പറയുന്നു. പിന്നീടാണ് ഈ ദരിദ്രന്റെ ഈ അവസ്ഥ, അതായത് ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറി അദ്ദേഹം നല്ല ഒരു ജീവിത സാഹചര്യത്തിലേക്ക് മാറിയപ്പോഴാണ് ഇദ്ദേഹം ആരെയാണ് പ്രാർത്ഥിച്ചത്, എങ്ങനെയാണ് പ്രാർത്ഥിച്ചത് എന്നുള്ള കാര്യമൊക്കെ ഈ ലോകത്തിന് അറിയാനായിട്ട് സാധിച്ചത്. അങ്ങനെയാണ് വരാഹിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷ്യവിഭവമായി ഈ മധുരക്കിഴങ്ങ് മാറിയത്. അതുകൊണ്ട് തന്നെ ഇന്ന് വരാഹി ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ മധുരക്കിഴങ്ങ് നൈവേദ്യമായിട്ട് സമർപ്പിക്കും. നമുക്കും ഭഗവതിക്ക്, വാരാഹി ദേവിക്ക് മധുരക്കിഴങ്ങ് നൈവേദ്യമായിട്ട് സമർപ്പിക്കാം. അതുകൊണ്ട് മധുരക്കിഴങ്ങില്ലാതെ മറ്റെന്ത് വഴിപാടുകൾ സമർപ്പിച്ചാലും ആ വഴിപാട്, ആ നൈവേദ്യം പൂർത്തിയാകുന്നില്ല എന്നാണ് വിശ്വാസം. അതിന് കാരണമായിട്ട് ഈ കഥയാണ് പറയുന്നത്. മധുരക്കിഴങ്ങ് പുഴുങ്ങിയിട്ടും സമർപ്പിക്കും, പുഴുങ്ങാതെയും സമർപ്പിക്കും. പുഴുങ്ങുമ്പോൾ യാതൊരു കാരണവശാലും ഉപ്പിട്ട് പുഴുങ്ങാനായിട്ട് പാടില്ല. ഇങ്ങനെയുള്ള നൈവേദ്യങ്ങളിൽ സാധാരണ ഉപ്പ് ചേർക്കാറില്ല. ഇനി പച്ചയ്ക്കാണ്, അതായത് പുഴുങ്ങാതെയാണ് ഭഗവതിക്ക് സമർപ്പിക്കുന്നത് എങ്കിൽ പിന്നീട് അതെടുത്തുകൊണ്ട് വന്ന് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി പുഴുങ്ങി കഴിക്കാനും പാടില്ല. കാരണം നൈവേദ്യമായി സമർപ്പിച്ച, വഴിപാട് സമർപ്പിച്ച ആ ഒരു പദാർത്ഥം പിന്നീട് നമ്മുടെ ഇഷ്ടത്തിന് വീട്ടിൽ കൊണ്ടുപോയി അതിനെ മോഡിഫിക്കേഷൻസ് ഒന്നും വരുത്താനായിട്ട് പാടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കഴിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുഴുങ്ങി തന്നെ സമർപ്പിക്കാം, പക്ഷെ ഉപ്പ് ചേർക്കാൻ പാടില്ല. അതെല്ലാം പച്ചയായിട്ടാണ് നിങ്ങൾ സമർപ്പിക്കുന്നതെങ്കിൽ പച്ചയായിട്ട് തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് പ്രത്യേകമായിട്ട് ചെയ്യേണ്ടത്. ചക്കര പൊങ്കൽ ഭഗവതിക്ക് സമർപ്പിക്കാം, മാതള നാരങ്ങ ഭഗവതിക്ക് സമർപ്പിക്കാം, തൈര് സാദം ഭഗവതിക്ക് സമർപ്പിക്കാം, ലെമൺ റൈസ് അത് ഭഗവതിക്ക് സമർപ്പിക്കാം. ഓം വാരാഹി ദേവിയെ നമ എന്ന് നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കാം. ദേവിക്ക് പാലഭിഷേകം ചെയ്യാം, അതുപോലെ തന്നെ മഞ്ഞൾ കൊണ്ട് അഭിഷേകം ചെയ്യാം. ദേവിക്ക് മഞ്ഞൾ മാല സമർപ്പിക്കാം. മഞ്ഞൾ മാല സമർപ്പിക്കുമ്പോൾ ആ മഞ്ഞള് പൊട്ടിയ മഞ്ഞളാകരുത്, പൂർണ്ണമായ മഞ്ഞളായിരിക്കണം. അതായത് പൊട്ടിയതോ കേടുവന്നതോ ആയ മഞ്ഞൾ കൊണ്ട് യാതൊരു കാരണവശാലും മാല ഉണ്ടാക്കി ഭഗവതിക്ക് സമർപ്പിക്കരുത്. ചുവന്ന പൂക്കൾ, വെള്ളപ്പൂക്കൾ, അതുപോലെ തന്നെ നീല ശംഖുപുഷ്പത്തിന്റെ പൂക്കൾ, ഇവയൊക്കെ തന്നെ ഭഗവതിക്ക് വളരെ വളരെ വിശേഷപ്പെട്ടതാണ്. തിരുവനന്തപുരം ജില്ലയിൽ വരാഹി ക്ഷേത്രമുണ്ട്. നമ്മൾ പേട്ട, ആനേറ ആ ഭാഗത്തേക്ക്, അതായത് കരിക്കകമൊക്കെ പോകുന്ന ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിന്റെ ആ നടഭാഗത്ത് ഇറങ്ങാനായിട്ട് സാധിക്കും. ഭഗവതിയുടെ ക്ഷേത്രമാണ്, പഞ്ചമി ക്ഷേത്രമാണ്. ധാരാളം ഭക്തജനങ്ങൾ പഞ്ചമി ദിവസവും ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഒക്കെ തന്നെ അവിടെ വരാറുണ്ട്. പാലക്കാട്, തൃശ്ശൂര്, കാസർഗോഡ് ഇങ്ങനെയുള്ള ജില്ലകളിൽ നിന്ന് പോലും ഞാൻ ധാരാളം ആളുകളെ ഈ വരാഹി ക്ഷേത്രത്തിൽ, അതായത് ഈ തിരുവനന്തപുരത്തുള്ള വരാഹി ക്ഷേത്രത്തിൽ കണ്ടിട്ടുണ്ട്. ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്, ഇത്രയും ദൂരത്ത് നിന്നും എന്തിനാണ് നിങ്ങൾ ഇവിടേക്ക് വന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു വരാഹിയെ. വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചിട്ട് അവർക്ക് അതിൻ്റെതായ ഫലം ലഭിച്ചത് കൊണ്ട് എവിടെയാണ് വരാഹിക്ക് ഒരു ക്ഷേത്രം ഉള്ളത് എന്ന് അന്വേഷിച്ചപ്പോൾ ചില ആളുകൾ പറഞ്ഞതനുസരിച്ചിട്ട് ഇവിടെ വന്ന് തൊഴുകയാണ് എന്നാണ് പറഞ്ഞത്. ദേവിക്ക് തേങ്ങാദീപം, തേങ്ങ പൊട്ടിച്ചിട്ട് 2 മുറിയിലും നെയ്യോ എണ്ണയോ ഒഴിച്ചിട്ട് 5 തിരിയിട്ട് തെളിയിക്കുന്ന തേങ്ങാദീപം ഭഗവതിക്ക് സമർപ്പിക്കാറുണ്ട്. അങ്ങനെ ആ തേങ്ങാദീപം സമർപ്പിച്ച് അവര് 21 ശനിയാഴ്ച, 21 ചൊവ്വാഴ്ച, അല്ലെങ്കിൽ 21 വെള്ളിയാഴ്ച, അല്ലെങ്കിൽ എല്ലാ 1-ാം തീയതി അങ്ങനെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് അതിൻ്റെതായ ഫലം ലഭിച്ചു എന്ന് പറഞ്ഞിട്ട് ഭഗവതിയുടെ തിരുനടയുടെ മുമ്പിൽ വന്നു നിന്ന് അവർ ആ നന്ദി പ്രകടിപ്പിച്ച് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത്രത്തോളം ശക്തിയുള്ള ഭഗവതിയാണ് വാരാഹി എന്നുള്ളത്. വാരാഹിയുടെ മന്ത്രങ്ങളൊക്കെ നമ്മൾ ജപിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചു ജപിക്കണം. കാരണം മന്ത്ര ഉപദേശം കിട്ടിയതിനു ശേഷം മാത്രമേ ഇങ്ങനെയുള്ള മന്ത്രങ്ങൾ നമ്മൾ ജപിക്കാവൂ. തെറ്റുപറ്റിയാൽ അത് തിരിച്ചാണ് അതിന്റെ ഫലം ലഭിക്കുന്നത്. ഓം വാരാഹി ദേവിയെ നമ എന്ന് നമുക്ക് ജപിക്കാം. 108 തവണ, 1008 തവണ, 21 തവണ ഒക്കെ തന്നെ നമുക്ക് ജപിക്കാം. അതുകൂടാതെ വാരാഹിക്ക് ഒരു ഗായത്രി ഉണ്ട്. ആ ഗായത്രി 21 തവണ ജപിക്കുന്നതും വളരെ വളരെ ശ്രേഷ്ഠമാണ്.
ഈ ഗായത്രി മന്ത്രം ജപിക്കുന്നതിന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഗുരു ഉപദേശത്തിന്റെ ആവശ്യമില്ല. ഭഗവതി തന്നെ ഗുരു എന്ന് ചിന്തിച്ചിട്ട് നമുക്ക് ഭഗവതിയെ ഗുരുവായി സങ്കല്പിച്ചിട്ട് നമുക്ക് ഈ ഒരു ഗായത്രി ജപിക്കാവുന്നതാണ്. 21 തവണയാണ് ഈ ഗായത്രി ജപിക്കേണ്ടത്, ഏറ്റവും കുറഞ്ഞത്, അല്ലെങ്കിൽ 108. ഓം മഹിഷധ്വജായൈ വിദ്മഹേ ദണ്ഡഹസ്തായ ധീമഹി തന്നോ വരാഹി പ്രചോദയാത് എന്നാണ് ജപിക്കേണ്ടത്. പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത്, പുലയും ബാലായ്മയും ഒക്കെ ഉള്ള സമയത്തൊന്നും ഈ നാമങ്ങളൊന്നും തന്നെ ജപിക്കുവാൻ പാടുള്ളതല്ല. അക്കാര്യം കൂടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവരും ജൂലൈ 4 എന്ന ദിവസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് വാരാഹിയെ പ്രാർത്ഥിക്കുക. എല്ലാ വിധത്തിലുള്ള തടസ്സങ്ങളിൽ നിന്നും, ബുദ്ധിമുട്ടുകളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും ഒക്കെ തന്നെ അമ്മ നമ്മളെ സംരക്ഷിക്കും. ദേവിക്ക് സ്നേഹം മാത്രമാണ് ആവശ്യം. ഭഗവാനെ പോലെ തന്നെയാണ് ദേവിയും. കാരണം ഭഗവാൻ തന്നെയാണ് വാരാഹി. എല്ലാവർക്കും ഈ ദിവസത്തിന്റെ പ്രാധാന്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. അമ്മ മഹാമായ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.